ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേറിന് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങ കുറിച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട്? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേറുന്നു, ആട് പേറുന്നു 2, 3, 4. നായ 3 മാസം പേരുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഞങ്ങളതിന് കിട്ടൂലതാ ജഫറൂലിയര് പെണ്ണുങ്ങൾ വെറ്റ് 2 വീട്ടിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത്, ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവതിന്റെ പിന്നിലുണ്ട്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇതെന്താണ് പറയുന്നത്? അറബി കവിയാൻ തോന്നുന്നുണ്ട്. വീടുകളിൽ പൂച്ച പ്രസവിക്കുന്നില്ലേ, പട്ടി പ്രസവിക്കുന്നില്ലേ, ആന പ്രസവിക്കുന്നില്ലേ, മനുഷ്യപുത്രിക്ക് മാത്രം പ്രസവിക്കാൻ എന്തിന് ആശുപത്രി എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്ലാം മത പണ്ഡിതർക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി ഉണ്ടാകുന്നില്ല? ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. മലപ്പുറത്ത് അടുത്തിടെയും വീട്ടിൽ പ്രസവിച്ച സ്ത്രീ മരിച്ചിട്ടും അതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ ഉസ്താദുമാർ പൊതുസമ്മേളനങ്ങളിൽ കത്തിക്കയറുകയാണ്. ഇതിനു പുറമെയാണ് ആശുപത്രികളിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീരവനിതകളാക്കി ചില സംഘടനകളുടെ പ്രചാരണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? അൽത്താഫ്, നിങ്ങളും ഇത്തരത്തിലുള്ള ആഹ്വാനം നൽകുകയാണല്ലോ. അത് മാത്രമല്ല, വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളെ ധീര വനിതകളാക്കി നിങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുകയാണ്. എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം? സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മഴയിൽ കളിക്കുക, മണ്ണിൽ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഉള്ള വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഉസ്താദ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് താങ്കളും സംസാരിക്കുന്നത്. അതായത് ഉത്തരവാദിത്തം ഏറ്റാൽ മതി. ഇപ്പം നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റാൽ മതി. അതായത് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് പോകുന്ന സ്ത്രീകളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റാൽ മതി. സ്വാഭാവികമായിട്ടും ഞാനീ പറയുന്നത് നിങ്ങളോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ അറിവല്ല കേട്ടോ, ഞാൻ പറയാണ്. അതായത് ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഏൽക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു വൈരുദ്ധ്യം ഉള്ളത്, വീട്ടിലും ആശുപത്രിയിലും പ്രസവിച്ച സ്ത്രീകൾ വേണം ശരിക്കും ഈ ചർച്ചയിൽ വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പ്രസവിക്കാത്ത, പ്രസവം കണ്ട് കേട്ട അനുഭവം മാത്രമുള്ള ആളുകളാണ് ഞാനും നിങ്ങളും ഒക്കെ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇവിടെ അൽത്താഫ് പറയുന്നതിനോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? റിസ്ക് നമ്മളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ സംഘടന ഇതുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. അല്ല, മനുഷ്യസ്നേഹിയായിട്ടുള്ള, അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, മനുഷ്യസ്നേഹിയായിട്ടുള്ള അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരാളിനും ശ്രീ അൽത്താഫ് പറഞ്ഞിരിക്കുന്ന വാദങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നതും നേരത്തെ നമ്മളിവിടെ പ്ലേ ചെയ്തിരിക്കുന്ന ഉസ്താദിന്റെ വോയിസും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് എനിക്കറിയില്ല. രണ്ടാൾക്കാരെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അല്ല ഇദ്ദേഹം എന്ന് തിരിച്ചറിയുന്ന സമയം വരെയും ഞാൻ കരുതിയിരുന്നത് ആ പ്രഭാഷണം നടത്തിയിരുന്ന ആള് തന്നെയാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ എന്നാണ്. എന്റെ ഭഗവാനെ, ഞാൻ പോയി ചോദിക്കാനും പറയാൻ ഒരു തിരൂർ തലക്കാട് ഭാഗത്ത് 38 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ 14ാമത്തെ പ്രസവം വീട്ടിൽ നടത്തി എന്നാണ് പറയുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നെ ഇതിൽ ഞെട്ടിപ്പിച്ചത് വീട്ടിൽ നടത്തിയിരിക്കുന്ന പ്രസവത്തിനെ പറ്റി അല്ല, 38 വയസ്സുള്ള ഒരു സ്ത്രീ 14 തവണ പ്രസവിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ എന്ത്? ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറഞ്ഞ മാതിരി ഈ നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി, തള്ളുക, നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കിയ പരിപാടി തീർന്നു എന്നുള്ളതാണ്. അതിവിടെ നടപ്പാവില്ല. നിങ്ങൾ പറയണം, ഇദ്ദേഹം ഈ പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ നടക്കുന്നത് ഒരാളെ ഇവിടെ എടുത്തു വെച്ചേ ഉള്ളൂ, ഒരാൾ മാത്രമല്ല. ഇതുപോലത്തെ 100 കണക്കിന് ഉസ്താദുമാരിവിടെ ഉള്ളപ്പോൾ ഇവർ പറഞ്ഞു നടക്കുന്നത് മതവേദികളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹിജാബ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്ത്രീയും പുരുഷൻ കാണരുത് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, സെഗ്രിഗേഷന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹിജാബ് നിയമത്തെ അധികരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്ന് മാത്രം ഇസ്ലാം പറയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിക്കുന്ന പരിപാടി ചെയ്യരുത്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇസ്ലാം പറയുന്നുണ്ടെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു, ഈ സ്ത്രീ പുരുഷ വേർതിരിവ് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഗിൽറ്റ് കോംപ്ലക്സ് അത് അവസാനിപ്പിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് സ്റ്റേജിൽ നിന്നും പെൺകുട്ടി ഇറക്കുന്നത് മുതൽ തുടങ്ങി അവരെ കൊണ്ട് ഈ മൂടുപടം ഈ ചാക്കിൽ കയറ്റുന്നത് അടക്കം എല്ലാ കാര്യവും അവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിന്റെ ബാക്കിയാണ് ഇത് എന്നാണ് നമ്മൾ പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ എൻ്റെ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിപരമായ വിഷയത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്.
അപ്പോൾ ഒരാൾ ഹിമാലയത്തിൽ കയറിയിട്ട് വന്നാൽ നമ്മളിവിടെ ആദരവ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം എല്ലാവരും ഹിമാലയത്തിൽ പോകണം എന്നല്ല. ഒരു കൈയും കാലും കെട്ടിയിട്ട് ഇവിടെ പുഴ നീന്തുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. അതിനർത്ഥം എല്ലാവരും പുഴയെ ചാടണമെന്നല്ല. അതുകൊണ്ട് ഇത് പ്രോത്സാഹനമല്ല ഒരിക്കലും. എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളാണ് സേഫ് സോൺ, നിങ്ങളാണ് നോക്കേണ്ടത്. അവരുടെ അവകാശത്തെ വകവെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പൗരന്റെ പണി. ഇനി അതല്ല, അവരെ വീട്ടിലേക്ക് ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിന് ഉത്തരവാദിത്തം അവനേക്കണം, ഹോസ്പിറ്റലിൽ നിർബന്ധിച്ചാൽ അതിന് ഉത്തരവാദിത്തം അവനേക്കണം. കാരണം ഇവിടെ എല്ലാ മനുഷ്യർക്കും പറഞ്ഞു പ്രശ്നമുണ്ട്. നൗഷാദിനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്. അതായത് നിങ്ങൾ പറഞ്ഞു നീന്തുന്ന കാര്യവും ഹിമാലയം കയറുന്ന കാര്യവും. ഹിമാലയം കയറുന്നവന്റെ റിസ്ക് അസസ് ചെയ്തിട്ടേ അവനെ ഹിമാലയം കയറ്റാൻ വിടുള്ളൂ. ഈ പുഴ നീന്താൻ വേണ്ടി അനുവദിക്കുന്നവനെ റിസ്ക് അസസ് ചെയ്തിട്ടേ അവിടെ അതിന് അനുവദിക്കുള്ളൂ. നിങ്ങൾ അവാർഡ് കൊടുത്ത ആ സ്ത്രീകളിൽ എത്ര പേരുടെ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ നിങ്ങൾ റിസ്ക് അനാലിസിസ് നടത്തിയിട്ടാണ് അതിന് വിട്ടത്? അതൊന്ന് പറയൂ. അത്രയും ആളുകളിൽ എത്ര പേരുടെ നിങ്ങൾ റിസ്ക് അസസ് ചെയ്തിട്ടുണ്ട്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് ഞാൻ കൃത്യമായിട്ട് ഞാനൊരു മറുപടി പറയാം. അതായത് പറഞ്ഞോളൂ, ഉത്തരം പറ. അത് വീട്ടിൽ പ്രസവിക്കാനും ഹോസ്പിറ്റലിൽ പ്രസവിക്കാനും പ്രൊമോട്ടർ അല്ലാന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഞാൻ പറയുന്നത് ഈ സ്ത്രീകളാണ് ഇനി സംസാരിക്കേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആശുപത്രിയിലുള്ള പ്രശ്നം എന്താണ്? ഓരോ സ്ത്രീകളോടും അതിന്റെ അത് ഗവൺമെന്റ് അല്ല, പ്രകൃതിപരമായി നടന്നു വന്നൊരു സംവിധാനം. സ്വാഭാവികമായി അങ്ങനെ തന്നെ കാണുമ്പോ അതല്ല ഉദ്ദേശം, ഒരു സ്ത്രീയുടെ അവരുടെ ശരീരം അവരുടെ പ്രൈവസിയുടെ വിഷയത്തിൽ ഞാൻ എങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യുന്നത്? എന്റെ ഭാര്യയുടെ വിഷയത്തിൽ പോലും എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഈ വീടുകളിലും ഹോസ്പിറ്റലുകളിലും പ്രസവിച്ച സ്ത്രീകളുടെ റിവ്യൂകൾ എടുക്കണം. അതിന് ഈ ന്യൂസ് 18നോട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എന്താണ് അക്യൂഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി ഞാൻ കൊളവാക്കണ്ട. അക്യുപങ്ചർ ആണോ? അതാണോ അക്യൂഷൻ എന്ന് പറഞ്ഞാൽ? അക്യുപങ്ചറുമായി ബന്ധപ്പെട്ട വേറൊരു ടീമാണ്. അതുമായിട്ട് ഈ പ്രസവത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം അവരുടെ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ ഞാൻ ചെയ്തു. എൻ്റെ യൂട്യൂബ് ചാനൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ ചർച്ചയായിട്ട് വന്നത്. അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, സ്ത്രീകളോട് നിങ്ങൾ തന്നെ ഈ ന്യൂസ് 18 ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നലെ മുതൽ ഇതിന്റെ ചർച്ചകൾ വളരെ മനോഹരമായ റൂട്ടിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അൽത്താഫ്, ഒരു ചോദ്യം. അല്പം മുമ്പ് അങ്ങ് തന്നെയാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവത്തിനെയും ആശുപത്രിയിലെ പ്രസവത്തിനെയും അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അനുമോദനം? ആശുപത്രിയിൽ പ്രസവിച്ചിരിക്കുന്ന ആൾക്കാർക്കും താങ്കൾ ഇതുപോലെ അനുമോദനം നടത്തിയിട്ടുണ്ടോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും അല്ല. ഇപ്പൊ കാളവണ്ടിയിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ പറഞ്ഞു ശാസ്ത്രം വളർന്നപ്പോ കാറിൽ യാത്ര ചെയ്യലാണ് സൗകര്യം എന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ ഒരാൾ കൗതുകത്തിൽ യാത്ര ചെയ്യുന്ന കണ്ട എനിക്ക് പ്രശംസിക്കാൻ തോന്നിയാലും ഞാൻ പ്രശംസിക്കും. വീട്ടിലെ പ്രസവം അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഉസ്താദുമാരുടെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക. ഞാൻ പോകുന്നു. ബൈ.